ശ്രുതി പഴയകാല ഓർമ്മകളിലേക്ക് പോകുന്നു. ഒരു കോട്ടേജിൽ താമസിക്കുന്ന ശ്രുതിയും സുദീപും. തന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് പറയുന്ന ശ്രുതി. ഓർമ്മകളിൽ നിന്നും തിരിച്ചു വരുന്ന ശ്രുതി. ഒരു മെഡിക്കൽ ഷോപ്പിൽ മെഡിസിൻ വാങ്ങാൻ സുദീപിന്റെ ബൈക്കിൽ വന്നിറങ്ങുന്ന ശ്രുതി. അത് കാണുന്ന ജലജ ആശങ്കാകുലയാവുന്നു. ശ്രുതിയും സുദീപും സുദീപിന്റെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നു. അത് കണ്ടു നിൽക്കുന്ന അരുൺ തോമസ്. ഇനി തുടർന്ന് കാണുക. ഇതാണ് ഈ സ്നേഹം ഉത്തരവാദിത്തം എന്നൊക്കെ പറയണത്. അതെ സുദീപ് സാറേ, ഇങ്ങനെ വേണം ഭാര്യയോടട്ടാ. അതങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ആവണമല്ലോ. അതെ സുധി, ഇന്നലെ സുദീപ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്ന കേട്ടപ്പോ നമ്മൾ ആശു പോയിട്ടാ. പിന്നെ ശ്രുതി വിളിച്ച് വെക്കിടില്ല, വീട് വെക്കാൻ പോടുന്നൊക്കെ കേട്ടപ്പോ ശ്രുതിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ പോണ സന്തോഷമായിരുന്നു സുദീപേ. വീട് വേണ്ട പിന്നെ മതി എന്നാ കരുതി. പിന്നെ ഇവരൊക്കെ നിർബന്ധിച്ചപ്പോ ആയിക്കോട്ടെ എന്ന് കരുതി. അത് നന്നായി, അത് നന്നായിട്ടാ. ഇപ്പൊ ഈ കൺസ്ട്രക്ഷൻ റേറ്റ് ഒക്കെ ദിനം പ്രതി കൂടുകയാണ്. സിമെന്റിനും കമ്പിക്കും മണലിനും മാത്രല്ല, ബീഹാറിക്കും ബംഗാളിക്കും വരെ കൂടുതലേ. എന്നാ സുദീപിന്റെ കാര്യത്തില് നമ്മള് കണ്ണടച്ച ചെയ്യണേ. ഈ ശ്രുതിയുടെ ഒറ്റ നിർബന്ധത്തില് അല്ലടോ. ഇത്രയും കണ്ണായ സ്ഥലത്തെ പ്ലോട്ടൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇനിയൊന്നും ആലോചിക്കണ്ട. നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ. വി ക്യാൻ സൈൻ ദ കോൺട്രാക്ട്. ഐ എം ഓക്കെ. ഈ കണ്ണായതും ഹൃദയമായതും പലതും ചിലപ്പോ നമ്മളങ്ങ് മറന്നു വരും. അല്ലത് കണ്ണിന്റെ കുഴപ്പമാണോ ഹൃദയത്തിന്റെ കുഴപ്പമാണോ ശ്രുതി? അല്ല ഇതെന്തിനാ ഇപ്പൊ ഞാൻ തന്നോട് ചോദിക്കണേ? അവനെ ഒതുക്കി മോക്കേറിട്ട് ഷെഡി കയറ്റിയില്ലേ? അപ്പളേ സുദീപ് സാറേ, ഈ ഡിസൈൻ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെന്ന് കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞിരുന്നു. ഇപ്പൊ പറയണു അത് ഓക്കെ ആണെന്ന്. എന്നാ പിന്നെ നമുക്കത് ഓക്കെ ആക്കി കളയാം. വന്നോളൂ, നോക്കിയാട്ടെ സാറേ. വരുന്നേ. എക്സ്ക്യൂസ് മീട്ടാ, 24ാമത്തെ മിസ് കോളാണ് ജോസഫിന്റെ. മലപ്പുറത്ത് ആന ഇടഞ്ഞൊന്ന് പറയാനാവും. സുദീപ് സാർ വരൂ. ഇതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാൻ. ഇവിടെ ദേ കാണുന്നില്ലേ? സാറൊന്ന് ഇങ്ങോട്ട് നോക്കൂ. പ്ലാൻ നോക്കിയാലല്ലേ മനസ്സിലാവൂ. ഇതില് നോക്ക്. ഇവിടെയാണ് കിച്ചൺ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നീയും ഞാനും ചേർന്ന് മനസ്സുകൊണ്ട് നിർമ്മിച്ച കോഹിനൂർ ഗാർഡൻ, വെളിച്ചത്തിന്റെ കൊട്ടാരം. ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ആ പേരെങ്കിലും. ഒരു കാര്യം കൂടി നീ ഓർക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഴയ്ക്ക് വേണ്ടി നീ ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിരുന്നു. എപ്പോഴും നനനനത്ത മഴ പെയ്യുന്ന ഒരു കൊച്ചു ജനലോരം. ആ ജനലിൽ പിടിച്ച് മഴ നോക്കി നിൽക്കുമ്പോ നീ എന്റെ പുറകിൽ വന്നെന്നെ കെട്ടിപ്പിടിച്ച് എന്നും നീ ഉണ്ടാവെന്ന് പറഞ്ഞത് നീ മറന്നുപോയല്ലേ? അപ്പൊ ഞാനത് ഈ പ്ലാനിൽ നിന്ന് ഒഴിവാക്കി. കാരണം എന്നെ ഇഷ്ടമല്ലാത്ത, മഴയെ ഇഷ്ടമല്ലാത്ത നിനക്കെന്തിനാണിതെന്ന് മനസ്സ് ചോദിച്ചു. പിന്നെ ആ മഴ കാണാൻ നീ വേറൊരുത്തിയെ ചേർത്ത് പിടിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ചേച്ചി, 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 ആരാ? ഇവിടെ ആരുമില്ലേ? ചേച്ചി ഇല്ലേ? ആരാ? സുന്ദരേശൻ സാറിനോട് പെയിന്റ് അടിക്കണമെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. അയ്യോ ചേട്ടാ, അമ്മ ഇവിടെ ഇല്ലല്ലോ, വെളിയിൽ പോയിരിക്കുക. ഞാൻ അച്ഛനെ വിളിക്കാം. അച്ഛൻ രാവിലെ വന്ന് കിടന്നതാ, വിളിച്ച എണീക്കില്ല. ചേച്ചി എപ്പോ വരും? അമ്മ ഇപ്പൊ വരും. അച്ഛാ,
അച്ഛാ അച്ഛനൊന്ന് എണീക്ക്, ഇതേ പണിക്കാര് വന്നേക്കണു. എണീക്ക് അച്ഛാ. പണിക്കാരോ? ഇതെന്താ കുറിപ്പേ? കട്ടപ്പുറത്ത് കയറാൻ കാര്യമൊന്നുമില്ലല്ലോ. ഇന്നലെ കട്ടപ്പന പോയി വന്നതല്ലേ ഉള്ളൂ. അച്ഛ കട്ടപ്പനയൊന്നും അല്ല, വീട് പെയിന്റ് ചെയ്യാൻ ആൾക്കാർ വന്നേക്കണു. അച്ഛനൊന്ന് എണീറ്റേ. ഓ, ഈ KSRTCയുടെ ഒരു കാര്യം. ഇന്നാളല്ലയോ സൂപ്പർ ഫാസ്റ്റിന്റെ പെയിന്റും ഡിസൈനും ഒക്കെ മാറ്റിയത്. സൂപ്പർ ഫാസ്റ്റും പെയിന്റ് ഒന്നും അല്ല, വീട് പെയിന്റ് ചെയ്യാൻ ആൾക്കാർ വന്നേക്കണം. അച്ഛനൊന്ന് എണീറ്റേ. സാറൊന്ന് എഴുന്നേറ്റ് വാ സാറേ, ഞങ്ങൾക്ക് ഈ റൂം ഒന്ന് ഒതുക്കണം. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ പെയിന്റ് അടിക്കാൻ വന്നാ. അച്ഛാ അത് പെയിന്റ് അടിക്കാൻ? ഇതൊക്കെ നിങ്ങളെ ആരാ ഏൽപ്പിച്ചത്? അത് ശരി, ഈ വീട് പെയിന്റ് അടിക്കണമെന്ന് ചേച്ചിയാ ഞങ്ങളോട് പറഞ്ഞത്. ചേട്ടൻ അറിഞ്ഞില്ലേ? അച്ഛനൊന്ന് ഇങ്ങോട്ട് ഈ വന്നേ. ഞങ്ങൾ പണിയെ. പെയിന്റോ? അച്ഛ പെയിന്റ് അടിച്ചിട്ട് കാലം കുറെ ആയില്ലേ, പെയിന്റ് അടിക്കണോന്ന് അമ്മയാ പറഞ്ഞ്. അതിനൊക്കെ ഒരുപാട് പൈസ ആവൂലയോ? വീടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലയോ? ഇങ്ങോട്ട് വന്നേ. കല്യാണ വീടാവുമ്പോ വീടൊക്കെ കുറച്ച് വൃത്തിയായിട്ട് കിടക്കണ്ടേ അച്ഛാ? നമ്മുടെ സുന്ദരേഷിന് കോൺട്രാക്ട് കൊടുത്തിരിക്കും. കോൺട്രാക്ടോ? ആ. എത്ര രൂപയാവും? എല്ലാ പണിയും കൂടെ ഒരാഴ്ചക്കുള്ളിൽ തീർക്കുന്ന പറഞ്ഞ. ഓ. സുന്ദരേഷിന് ആയതുകൊണ്ട് 3.5 ലക്ഷം രൂപയുള്ളൂ. 3.5 ലക്ഷം രൂപ? ഇതെന്താ മോളെ ഇത്? ഇതെങ്ങനെ ഉണ്ടാക്കും? അതൊക്കെ അമ്മയോട് ചോദിച്ചാ മതി, അമ്മയ്ക്ക് അറിയും. ദേ അമ്മ വരുന്നുണ്ട്, നേരിട്ട് ചോദിച്ചു. നീ ഇത് എന്നാ പണിയാ കാണിച്ചാ ജലജേ? ഒരു വാക്ക് പോലും ചോദിക്കാതെ വീട് പെയിന്റ് അടിക്കാൻ കോൺട്രാക്ട് കൊടുക്കുക. എന്തോ ഇത്? ഓ, നീ ഇത് എന്തോ ഭാവിച്ച? എന്നോട് പറയാതെ ഇവിടെ പെയിന്റിങ്ങിന് ആളെ കൊണ്ടുവന്ന എന്നാത്തിനാ? പറയേ. എന്റെ മോന്തി ഒന്ന് പെയിന്റ് അടിച്ച് മിനുക്കാൻ എന്താ കൊള്ളില്ലേ? അല്ലെങ്കിൽ കുറച്ച് പെയിന്റ് വാങ്ങി എന്റെ തലയിൽ ഒഴിച്ചതാ. പെയിന്റ് അടിയും വേണ്ട, ഒരു കുന്തം വേണ്ട, എല്ലാം നിർത്തിക്കോ. നിർത്തിക്കോളാനോ? ചേച്ചിയല്ലേ പറഞ്ഞ പെയിന്റ് ചെയ്യണമെന്ന്? ഓ, ഇയാളോടല്ല. ഓ, അതെ, അങ്ങനെ. ഒന്നിങ്ങ വന്നേ. ഓ, ഈ വീടിന് എന്തോ ഇപ്പൊ ഒരു കുഴപ്പം? ഇല്ലാത്ത കാശുണ്ടാക്കി ആഡംബരം കാണിക്കാൻ ഈ വീടിന് എന്തോ കുഴപ്പം? കുഴപ്പാ, എല്ലാം കുഴപ്പാ. ഇതിനേക്കാൾ വലിയ കുഴപ്പം ഈ വീടിന് ഇനി വരാനില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇങ്ങോട്ട് വരുമ്പോ വഴിയിൽ വല്ല കുഴപ്പമുണ്ടായോ? പറയേ. എന്താ പ്രശ്നമൊന്നൊന്ന് പറയേ. ഞാൻ ഇനി എന്തൊക്കെ കാണുന്നു എന്റെ ദൈവമേ. ഞാൻ അന്നേ തലേ കൈവച്ച് പറഞ്ഞതല്ലേ ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നു. എന്താ അമ്മേ, എന്തോ ഉണ്ടായെന്ന് പറ. അമ്മ എന്ത് കണ്ടു നീ പറയണേ? എന്താ പ്രശ്നം? പറയേ നീ. നീ ആ വീട്ടിലേക്ക് കെട്ടിക്കയറാമെന്ന് കരുതണ്ട, ഒക്കെ കൈവിട്ടു പോയി. എന്താ അമ്മ ഈ പറയണേ? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയേ. ഞാൻ ഇന്ന് കടയിൽ നിൽക്കുമ്പോ ഒരു കാഴ്ച കണ്ടു. എന്റെ മുന്നിലൂടെ സുദീപിന്റെ ബുള്ളറ്റിന്റെ പുറകിൽ അവനോട് ചേർന്നിരുന്ന ഒരുത്തി. ആരെ കണ്ടു അമ്മ ഈ പറയണേ? അവളെ, ആ ശ്രുതിയെ. യാതൊരു ഉളുപ്പുമില്ലാതെ അവന്റെ പുറകില്. തൊലി ഒരിഞ്ഞു പോയി, അതും നമ്മൾ അറിയുന്ന ആൾക്കാരുടെ മുന്നിലൂടെ. നേരാണോ അമ്മേ? ആണടി. ഇതാണോ? ഞാൻ വിചാരിച്ചു അല്ല ആനക്കാരിയാണെന്ന്. അതിനെന്താ ഇത്ര കുഴപ്പം? അവരൊരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്? നീ എപ്പോഴാ അവരെ കണ്ടത്? കുറച്ചു മുമ്പ്. രണ്ടുപേരും കൂടെ മെഡിക്കൽ ഷോപ്പിന്റെ മുന്നില്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെയാ. ആ കൊച്ചു ഗർഭിണിയല്ലേ? വല്ല മരുന്നോ മറ്റോ മേടിക്കാനായിരിക്കും. ഒരു സഹായം. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ അവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. അന്ന് എന്നെ ആരും മനസ്സിലാക്കിയില്ല. എനിക്കതൊക്കെ നേരത്തെ അറിയായിരുന്നു അവൾ അത്ര ശരിയല്ലെന്ന്. അവള് പറഞ്ഞതും വിശ്വസിപ്പിച്ചതും ഒക്കെ കല്ല് വെച്ച നുണകളാ. നമുക്ക് പൊടിമോനോ രവി ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം. സത്യാവസ്ഥ എന്താന്ന് അറിയാലോ. എന്നിട്ട് പോരെ ഈ മുൻവിധിയും തീരുമാനങ്ങളും ഒക്കെ. അവരെല്ലാം തീരുമാനിച്ചു കാണൂല്ലോ. എനിക്ക് പേടി തോന്നുക ഇപ്പോ. ഒരു പെണ്ണ് വിചാരിച്ചാ മതി ഒരു കുടുംബം ഇല്ലാതാവാൻ. ഞാനൊക്കെ വായിട്ടലിക്കുന്നേ ഉള്ളൂ. അവളെ പോലെ ഒരുത്തി രണ്ടും കൽപ്പിച്ചിറങ്ങിയല്ലേ. ഇവളുടെ ഗതി എന്താവും? ഞാനത് അന്നേ കണ്ടതല്ലേ അച്ഛാ. അന്ന് ജപ്പാനിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് സുദീപേട്ടൻ ഓരോന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ട് അവൾക്ക് ഒരു വില ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് സമ്മാനം വാങ്ങി തന്നതിന്റെ ദേഷ്യം കൊണ്ടായിരിക്കും അന്ന് അങ്ങനെ പെരുമാറിയത്. മോളെ, ഒരു സാഹചര്യം വരുമ്പോ നമ്മൾ എല്ലാറ്റിനും ഒന്നായി കൂട്ടി വായിക്കല്ല വേണ്ടത്. ആവശ്യമില്ലാത്തത് തള്ളിക്കളയണം. നമുക്ക് അവരുമായിട്ട് സംസാരിച്ചു നോക്കാം. മോൾ അവനെ ഒന്ന് വിളിച്ചു നോക്ക്. ഞാനൊന്നും വിളിക്കില്ല, വേണമെങ്കിൽ എന്നെ വിളിക്കട്ടെ. ചൂലിരിപ്പുണ്ടോ? ചൂലല്ല, ചെരവയാ. കടന്നു പോടാ. ചൂലല്ലേ ചോദിച്ചോളൂ. പെയിന്റിങ് വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ ഒറ്റ എണ്ണത്തിന് ഇവിടെ കണ്ടുപോരുത്. തച്ചു തന്നേക്കണം കേട്ടോ. തച്ചല്ലടാ, വെച്ച് തരാൻ നിനക്ക്. വെറുതെ അല്ല KSRTC നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. KSRTCയെ പറയുന്നോ? മിണ്ടിപ്പോരുത്, കൊന്നുകളയും ഞാൻ. ഓടാ ഓടുന്നു. ഒറ്റെണ്ണത്തിനെ കണ്ടുപോരുത്. കല്യാണത്തിന് പോലും ഒറ്റെണ്ണം വന്നു പോരുത്. അവന്റെ അമ്മൂമ്മയുടെ പെയിന്റിങ്ങും കൊപ്പും. മൊബൈൽ എവിടെ? അവിടെ എങ്ങാനും കാണും. എടി, എന്റെ മൊബൈൽ എവിടെ? ഓ, നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കയ്യിലല്ലേ? ഈ പൊണ്ടാര എവിടെ കൊണ്ടുവച്ചു? ശ്രുതി,
എന്തായാലും കാര്യങ്ങൾ ഗംഭീരട്ടാ. താൻ ഇയാളുടെ കാര്യത്തിൽ എന്തുട്ട തീരുമാനിക്കാൻ പോണേ? അതൊക്കെ ഓഫീസിൽ വന്നിട്ട് പറയാം. എന്നാ വാടോ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. ആ, ഇയാള് പോയിക്കോട്ടെ. എഗ്രിമെന്റ് നമുക്ക് ഓഫീസിൽ വെച്ച് ചെയ്യാം. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. എന്തുട്ട്? സുദീപ് സാറിനെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. എന്തുട്ട് പരിപാടിയിടൂ? അതൊക്കെ പറയാം. സുദീപ് സാറേ, പോവാം. നല്ല വെയില്. സാറിങ്ങി വന്നട്ടാ. എന്തുട്ടോ? പറയാം. നമുക്ക് ജയസുധയുടെ വീട് വരെ ഒന്ന് പോവാം. ജയസുധയുടെ വീട്ടിലോ? എന്തിനാ? ഞാനിതുവരെ ആ വീട് കണ്ടിട്ടില്ലല്ലോ. എന്തിനാ കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക് പോണേ? ജയസുധ അന്ന് വീട്ടിൽ വന്നിട്ടേ പിണങ്ങിയിട്ടാ പോയത്. ഞാൻ നേരിട്ട് ചെന്ന പിണക്കം മാറ്റാലോ. നാളെ വീട്ടിലേക്ക് വരാനുള്ള കുട്ടിയല്ലേ. അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. എന്തുട്ടാ പറയണ സുദീപേ? ശ്രുതി പറയണത് ന്യായല്ലേ? കല്യാണം കഴിഞ്ഞ് സുദീപിന്റെ കൈ പിടിച്ച് കയറേണ്ട പെണ്ണല്ലേ? അപ്പൊ ശ്രുതിയും കാണില്ലേ അവിടെ? ഒരു പോരങ്ങട് ഒഴിവാക്കല്ലോ. ഈ രണ്ടു പെണ്ണുങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഒരു അവസ്ഥയെ ഇവിടെ പഴമക്കാര് പറഞ്ഞ കേട്ടിട്ടില്ലേ? രണ്ടു പെണ്ണുങ്ങളെ ചേർത്ത് വെക്കാൻ പാടാണെന്ന്. ഈ ഭഗവാൻ കൃഷ്ണനെ നമിക്കണട്ടാ. 10,008 എണ്ണത്തല്ലേ ഒരേ സമയത്ത് മേച്ചത്. സാറ് വണ്ടി എടുത്തോ? ബുള്ളറ്റ് യാത്ര എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടെ. കൊള്ളല്ലേ? ചെല്ല് സാറേ, ചെല്ലുന്നേ. മാസിലിട്ടല്ലേ? പതുക്കെ പോണട്ടാ. വണ്ടി ചരിച്ചെടുക്കണ്ടട്ടാ. പെയിന്റും സ്കിന്നിന്റെ. ശരി. നോ ഇന്തോനേഷ്യൻ ടീമിൻ്റെ അസൈൻമെൻ്റ് അല്ല ഇഷ്യൂ വന്നേക്കുന്നത്. അതിപ്പോൾ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് നടക്കാത്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? യു ട്രൈ ലേറ്റർ. ഓക്കെ. ആ ഇല്ല, ഞാൻ കൊച്ചിയിലാ. ആ ഇല്ല, ഞാൻ വിളിക്കാം. subscriber you are calling is switched off. The subscriber you are calling is switched off.
ആ ഭാനിച്ചേട്ടാ, ഇന്ന് പോയില്ലേ? ഇന്ന് ലീവായിരുന്നു. രവി ഇത് എവിടാ? ഞാൻ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ട്. കല്യാണക്കാരൊക്കെ എവിടം വരെയായി? ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? സദ്യയുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാ. നമ്മുടെ ദിനകരനെ തന്നെ ഏൽപ്പിക്കാന്ന് വെച്ചു. ഇനിയിപ്പോ കുറച്ചു പേരെയൊക്കെ നേരിട്ട് പോയി വിളിക്കണമല്ലോ. പിന്നെ കല്യാണത്തിന്റെ തലേന്ന് നമ്മുടെ കുറെ ആൾക്കാരൊക്കെ വരുമല്ലോ. റിസപ്ഷനായിട്ടൊന്നുമില്ല, നമുക്കാരുടെയും പൈസ ക്ഷണക്കത്തിൽ പ്രത്യേകം അടിച്ചിട്ടുണ്ട് താഴെയായിട്ട്, ഉപഹാരമൊന്നും സ്വീകരിക്കില്ലെന്ന്. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ഉപകാരത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കാതെ ഇങ്ങത്താ ചുമ്മാ. ആ രവിയെ. എന്താ ജലജേച്ചി? അതെ, ഈ കല്യാണം നടത്തണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കേ. എന്താ ചേച്ചി പ്രശ്നം? ആ പെങ്കുച്ചു തന്നെ പ്രശ്നം. ഞാൻ അന്ന് വീട്ടിൽ വന്ന് കാല് പിടിച്ച് പറഞ്ഞതാ അവളെ ആ വീട്ടിൽ നിർത്തരുതെന്ന്. നിങ്ങളുടെ പൊടിമോൻ പറഞ്ഞതുകൊണ്ടാ അന്ന് സമ്മതിച്ചത്. ഇപ്പൊ അവന്റെ സമ്മതം കൊണ്ടാ അവൾ അവിടെ നിൽക്കുന്നതും അവന്റെ ബൈക്കിൽ കയറി ചുറ്റുന്നതും. ബൈക്ക് ചുറ്റാൻ പോയോ? ജലജേച്ചി എന്താ ഈ പറയണേ? വിളിച്ച് ചോദിക്കവനെ. രവി, ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ പോയാ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ട്. ഇതിന് പരിഹാരം കാണാതെ കല്യാണമെന്നും പറഞ്ഞ് ഇനി അങ്ങോട്ട് നീങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജലജേച്ചിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ബൈക്ക് കയറി പോയതാണോ പ്രശ്നം? പ്രശ്നം വലുത് തന്നെ രവി. സബിതയെ വിളിച്ചോണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ, എന്നിട്ട് തീരുമാനിക്കുക എന്ത് വേണമെന്ന്. ബൈക്ക് കയറി അവന്റെ പ്രോപ്പർട്ടി വരെ ഒന്ന് പോയി കാണും. അതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കണോ? ഇഷ്യൂ ആണ്, ഇഷ്യൂ ആക്കും അത്. ആ ദാ വരുന്നുണ്ടല്ലോ നിങ്ങളുടെ പൊടിമോൻ. മറ്റവളും ഉണ്ട് പുറകില്. ആര്? രവി ഫോൺ വെച്ചേ. കണ്ടല്ലോ, കാഴ്ച കണ്ടല്ലോ. ചെന്ന് സ്വീകരിച്ചേ. ഞാനൊരു താലം റെഡിയാക്കാം, എന്നിട്ട് ആരതി ഒഴിഞ്ഞ് ഇങ്ങോട്ട് കേറ്റാം. ചെല്ലേ പിടിക്കേ. നീ ജയസുദേ. ആ സുധീപേട്ടനാണോ അമ്മ വന്ന്? ആണ്. ആ മറ്റവളുണ്ട് കൂടെ. ആര്? ആ വയറ്റുകണ്ണി പെണ്ണ്. ശ്രുതിയോ? അവളെന്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കൊണ്ട് നടക്കല്ലേ. ഇതിപ്പോ കളിച്ച് കളിച്ച് അങ്ങേ അറ്റത്തേക്കുള്ള പോക്ക. മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ വെച്ച് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചോണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതെന്തൊരു ചൂടല്ലേ പൊടിമോനെ? എല്ലാം ചൂട് തന്നെ. പ്രകൃതിയും ചൂട്, മനുഷ്യനും ചൂട്, ഇപ്പോഴാണെങ്കിൽ ഇലക്ഷന്റെ ചൂടുമായി. ഈ എരിപൊരി വെയിലത്ത് ഈ കുന്തത്തിന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ എങ്ങനെ കഴിയുന്നു? കാർ എടുത്തോണ്ട് പോന്നൂടായിരുന്നോ പൊടിമോനെ? അങ്കിളിന് ഇലക്ഷൻ വർക്കൊന്നും ഇല്ലേ? പിന്നെ നമ്മളല്ലയോ മുന്നിൽ നിൽക്കുന്നേ. ജയസുധയില്ലേ? ഉണ്ടല്ലോ ഇവിടെ. രണ്ടുപേരും കൂടെ കല്യാണം വിളിക്കാൻ ഇറങ്ങിയതായിരിക്കും. എന്താ കാണാത്തെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വയറ്റുകണ്ണിപ്പെണ്ണിനെ കൊണ്ട് കല്യാണം വിളിക്കാൻ ഇറങ്ങിയാലേ നല്ലതാന്നാ പഴമക്കാര് പറയുന്നത്. അവർക്ക് കുറെ കുഞ്ഞുങ്ങളുണ്ടാവൂത്രേ. ജലജേടത്തേക്ക് അങ്ങനെയൊക്കെ തോന്നും. ഇനിയിപ്പൊ അങ്ങനെയാണെന്ന് എന്നെ കൂട്ടിക്കോ. എനിക്കും കല്യാണം വിളിക്കാലോ. ഞാനും ആ വീട്ടിലെ ഒരു അംഗമല്ലേ? അല്ലേ സുദീപേ? അമ്മായി, ഞാനിന്നാ പ്രോപ്പർട്ടിയിൽ പോയിരുന്നു. ഓ, പോയിരുന്നോ? വീട് പണി ഉടനെ തുടങ്ങാന്ന് കരുതി. അപ്പൊ പിന്നെ ഇവിടെ കൂടി കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. ശ്രുതിയാണല്ലോ വീട് പണിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ വീട്ടുകാർ തന്നെ നോക്കി നടത്തുന്നെന്ന് വിചാരിച്ചാ മതി. അത് കൊള്ളാം. ഈ ലോകത്തിൽ എല്ലാവരും രക്തബന്ധങ്ങൾ നോക്കി മാത്രമല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്നേഹബന്ധം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും രക്തബന്ധത്തെക്കാൾ വലുതാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം, അല്ലേ മോളെ? അതൊക്കെ ബാനുവങ്കളിനെ പോലുള്ളവർക്കേ മനസ്സിലാവൂ, അല്ലാത്തവർക്കൊന്നും മനസ്സിലാവില്ല. സ്നേഹമുള്ളവർക്കല്ലേ ബന്ധങ്ങൾ മനസ്സിലാവൂ. അത് ശരിയാ ശ്രുതിയാ പറഞ്ഞത്. അത് കാണുന്ന നാട്ടുകാർക്ക് കൂടി തോന്നണ്ടേ? ഇപ്പൊ അതൊന്നും അല്ലല്ലോ അവർക്ക് തോന്നുന്നത്. അല്ല, അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ല ജയസുദേ? ഇന്നിപ്പോ ഒരാണിനും പെണ്ണിനും പുറത്തിറങ്ങി ഒന്നിച്ച് നടക്കാൻ പറ്റുന്ന കാലാണോ, അല്ലേ അങ്കിളെ? എവിടെ? ഇന്ന് ശകലം പ്രായം കുറഞ്ഞ ഒരു അമ്മയും ഇത്തിരി വളർന്ന ഒരു മോനും കൂടി ഒന്ന് പോയി നോക്കണം. ഓ, അത് തിരിച്ചുവാ. പെൺമക്കളുടെ കയ്യും പിടിച്ച അച്ഛന്മാർക്കോ ആങ്ങളമാർക്കോ ഒരു സ്ഥലത്തും നടക്കാൻ വയ്യ. സദാചാര പോലീസാ പോലും. തെമ്മാടിത്തരവാ, സദാചാര ഗുണ്ടായിസവാ, അല്ലേ പൊടിമോനെ? അത് തന്നെ അങ്കിളെ. അതെ ജയസുദേ. പിന്നെ
ഞാനിന്ന് സുദീപ് സാറിന്റെ കൂടെ വന്ന് തന്നെ നിന്നെ കാണാനാ. ഈ സുദീപ് സാറാ പറഞ്ഞത് നിന്നെ വന്ന് കാണണം, എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ. യാത്രക്കിടയിൽ മുഴുവൻ വാതോരാതെ സംസാരിക്കായിരുന്നു സുദീപ് സാറ്. വീടിനെ കുറിച്ചും അതിന്റെ ഇന്റീരിയർ ഡിസൈനിനെ കുറിച്ചും. ബാൽക്കണി ഇങ്ങനെ ചെയ്യണം, ബെഡ്റൂമിന്റെ കളർ ഇതായിരിക്കണം, കുട്ടികളുടെ പ്ലേയിങ് ഏരിയയെ കുറിച്ച് വരെ സുദീപ് സാറ് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും. ഞാനാണെ കേട്ട് കേട്ട് എന്റെ തല തരിച്ചുപോയി. അത് കൊള്ളാലോ. അതങ്ങനെ ശ്രുതി. കാര്യങ്ങൾ പറഞ്ഞാ കേൾക്കുന്ന ആളോട് പറയാൻ ഒരു രസമാ. അങ്കിളെ, പിന്നെ ഈ വീടിനിടാൻ ഞങ്ങൾ ചർച്ച ചെയ്തൊരു പേര് കണ്ടുപിടിച്ചു. നല്ല അസലൊരു പേര്. അതെന്ത് പേരാ? കോഹിനൂർ ഗാർഡൻ അല്ലേ സുദീപ് സാറ്? കോഹിനൂർ ഗാർഡൻ. അത് കൊള്ളാലോ. എന്താ അതിന്റെ അർത്ഥം? വെളിച്ചത്തിന്റെ കൊട്ടാരം. കലക്കി. പുതിയ പേരല്ലേ? അതിൽ വെളിച്ചം നിറഞ്ഞാ മതിയായിരുന്നു. അത് മാത്രല്ല അങ്കിളെ, ഈ സുദീപ് സാറിന് ഒരു ഫുഡിന്റെ ടേസ്റ്റ് ഉണ്ട്. അത് ഭയങ്കര രസാ ജയസുദേ. ഈ ചൂട് ദോശയില്ലേ, മറിച്ചും തിരിച്ചും നെയ്യൊക്കെ ചേർത്ത് മുരുമുരാന്നുള്ള ദോശ. പിന്നെ തേങ്ങാ ചമ്മന്തി, അതിന്റെ കൂടെ പുതിന ചമ്മന്തി. അത് കേൾക്കുമ്പോ തന്നെ നാവിന്ന് വെള്ളം ഊറും. അതുപോലെ തന്നെയാ ലഞ്ചും. ഈ ചിക്കൻ മസാലയാ സാറിന് ഭയങ്കര ഇഷ്ടം. ഇന്നലെ ഞാനുണ്ടല്ലോ ഉച്ചക്ക് ചിക്കൻ മസാല ഉണ്ടാക്കി പൊരിച്ച് നെയ്യൊക്കെ ചേർത്ത്. ഈ കക്ഷിയുണ്ടല്ലോ ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് അങ്ങ് തിന്നു. ഇനി ചെന്നിട്ട് വേണം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ. സുദീപേട്ടാ, ഇന്ന് രാത്രി എന്താ വേണ്ടേ? ഞാനത് മറന്നുപോയി.